സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. വൃക്കരോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. 2013 ആസിഫ് അലി, ബാല, ജഗതി ശ്രീകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗബോയ് എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. നടൻ ദിലീപ് 8ാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായത് പി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. 2 വൃക്കകളും തകരാറിലായിരുന്ന ബാലചന്ദ്രകുമാർ ഡയാലിസിസ് ചെയ്താണ് മുന്നോട്ടു പോയിരുന്നത്. ഇതിനിടയിൽ തുടർച്ചയായ ഹൃദയാഘാതം സംഭവിച്ചതും ആരോഗ്യനില വഷളാക്കി. തലച്ചോറിലെ അണുബാധയും ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 11-നാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാലചന്ദ്രകുമാറിനെ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. 2 ദിവസം മുമ്പായിരുന്നു ബൈപ്പാസ് സർജറി. പിന്നീടാണ് അണുബാധ സ്ഥിരീകരിക്കുന്നത്. രോഗമലട്ടുമ്പോഴും നടിയെ ആക്രമിച്ച കേസിലെ വിചാരണക്കായി അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ദിലീപിനെതിരെ വധഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ കൂടി ചുമത്തുകയുണ്ടായി. നേരത്തെ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയിരുന്നത്. ദിലീപിന്റേതടക്കമുള്ള നിരവധി ഓഡിയോ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിടുകയുണ്ടായി. ഒരു കാലത്ത് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ബാലചന്ദ്രകുമാർ. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടു എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലും നടത്തിയത് ബാലചന്ദ്രകുമാർ ആയിരുന്നു. നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കൈവശം എത്തിച്ചേർന്നു എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. 2015 ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്ന ചിത്രം ബാലചന്ദ്രകുമാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ സമയത്താണ് ദിലീപും ബാലചന്ദ്രകുമാറും തമ്മിൽ അടുക്കുന്നത്. ദിലീപിന്റെ വീട്ടിലെ നിത്യസന്ദർശകരിൽ ഒരാൾ കൂടിയായിരുന്നു ബാലചന്ദ്രകുമാർ. എന്നാൽ 2017 ആ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു. സിനിമക്കായി ദിലീപ് തനിക്ക് പണമൊന്നും തന്നിട്ടില്ല എന്നും സിനിമ താനാണ് വേണ്ടെന്ന് വെച്ചതെന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ പിന്നീട് വ്യക്തമാക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.